ഓക്കെ, ഞാൻ സ്ലൈഡ്സ് ഷെയർ ചെയ്യാവേ. ലാസ്റ്റ് ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നമ്മുടെ പി കെ വാല്യൂസൊക്കെ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാനൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. അസിഡിറ്റിയുടെ ഓർഡർ അപ്പോൾ എങ്ങനെ എഴുതാമെന്ന് നമ്മൾ കുറച്ച് ഫാക്ടേഴ്സ് പഠിച്ചിട്ടുണ്ടായി. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്തോട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് ആസിഡിക് സ്ട്രെങ്ത്? ബെൻസോയിക് ആസിഡ് തന്നിട്ടുണ്ട്, പാരാനൈട്രോഫീനോൾ തന്നിട്ടുണ്ട്, ഫീനോൾ തന്നിട്ടുണ്ട്, H2CO3 കാർബോണിക് ആസിഡ് തന്നിട്ടുണ്ട്. ഫോർ ആയിരിക്കില്ല, 2 ആയിരിക്കും കറക്റ്റ് ആൻസർ വരിക. ഈ ബെൻസോയിക് ആസിഡിനായിരിക്കും പാരാനൈട്രോഫീനോളിനേക്കാളും ആസിഡിറ്റി ഉണ്ടാവുക. ഇത് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് അല്ലേ, ഇലക്ട്രോൺ വിഡ്രോയിങ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. ഇവിടെ കുറച്ചും കൂടെ റെസൊണൻസ് ഇഫക്റ്റ് പോസിബിൾ ആയിരിക്കും. ഡബിൾ ബോണ്ട് ഓ മൈനസ് ഉണ്ടാവില്ലേ, അതുവഴി സ്റ്റെബിലൈസേഷൻ നടക്കും. പിന്നെ ഈ ഫിനൈൽ ഗ്രൂപ്പിൻ്റെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഇഫക്റ്റ് അതുവഴി നടക്കും. ഇതായിരിക്കും കറക്റ്റ് ആൻസർ. ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി ദ കറക്റ്റ് ഓർഡർ ഓഫ് ആസിഡിറ്റി എമംഗ് ദ ഫോളോയിങ് ഈസ് അസിറ്റിക് ആസിഡ്, ഫ്ലൂറോ അസിറ്റിക് ആസിഡ്, ക്ലോറോ അസിറ്റിക് ആസിഡ്, ബ്രോമോ അസിറ്റിക് ആസിഡ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ അസിഡിറ്റിയുടെ ഓർഡർ എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിൻ്റെ എഫക്റ്റാണ് നോക്കുക. ഇപ്പോൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഇഫക്റ്റ് നോക്കുകയാണെങ്കിൽ ഫ്ലൂറിൻ്റെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഇഫക്റ്റ് ഗ്രേറ്റർ ദാൻ ക്ലോറിൻ, ഗ്രേറ്റർ ദാൻ ബ്രോമിൻ.
അപ്പോൾ ഓപ്ഷൻ 4 ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇനിയിപ്പോൾ ഡയറക്റ്റ് ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ നമ്മൾ നേരത്തെ പഠിച്ച പോലെ HF, HCl, HBr, HF, പിന്നെ HI എന്നൊക്കെയാണെങ്കിൽ ഇവിടെ ബോണ്ട് സ്ട്രെങ്ത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. വീക്കർ ബോണ്ട് പെട്ടെന്ന് H+ റിലീസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മൾ HI ഗ്രേറ്റർ ദാൻ HBr ഗ്രേറ്റർ ദാൻ HCl ഗ്രേറ്റർ ദാൻ HF. പക്ഷെ ഇവിടെ നമ്മൾ പ്രോട്ടോൺ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ഈ ഹാലൈഡ് ആയിട്ടല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രോൺ വിഡ്രോയിങ് ഇഫക്റ്റ് നോക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ദ മോസ്റ്റ് ആസിഡിക് കോമ്പൗണ്ട് എമംഗ് ദ ഫോളോയിങ് ഈസ്. ഏതാണ്? അപ്പോൾ നമ്മൾ കോഞ്ചുഗേറ്റ് ബേസിൻ്റെ സ്റ്റെബിലിറ്റി നോക്കിയാൽ മതി. ടു ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന കോഞ്ചുഗേറ്റ് ബേസ് അതിന് റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ഉണ്ടാവും. കുറേ റെസൊണൻസ് സ്ട്രക്ചേഴ്സ് അതിന് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ മറ്റേ കേസിൽ അങ്ങനെ റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ഉണ്ടാവില്ല. പിന്നെ ഈ കേസ് എന്ന് പറയുമ്പോൾ ഇതിനായിരിക്കും സെക്കൻഡ് മോസ്റ്റ് അസിഡിക് കോമ്പൗണ്ട്. ഇവിടെ ഈ ഫീനോളിൻ്റെ വിഡ്രോയിങ് ഇഫക്റ്റ് ഇതിന് ഇൻഫ്ലുവൻസ് ചെയ്യാം. പിന്നെ ഈ കേസ് എന്ന് പറയുമ്പോൾ സൈക്ലോഹെക്സൈൽ ഗ്രൂപ്പാണ് വരുന്നത്. അത് ആൽക്കൈൽ ഗ്രൂപ്പിനെ പോലെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ടൈപ്പാണ്. അപ്പോൾ ഈ O- അത് കൂടുതൽ ഡീസ്റ്റെബിലൈസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഏറ്റവും വീക്കായിട്ടുള്ള അസിഡിക് കോമ്പൗണ്ട് 4 ആയിരിക്കും. ഓർഡർ എഴുതാൻ പറയുകയാണെങ്കിൽ 2 ഗ്രേറ്റർ ദാൻ 1 ഗ്രേറ്റർ ദാൻ 3 ഗ്രേറ്റർ ദാൻ 4. ഓക്കെ ആണോ? ഇനി നമ്മൾ pKനെ എഫക്റ്റ് ചെയ്യുന്ന വേറെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ 1 2 3 4 ബ്യൂട്ടനോയിക് ആസിഡ് തന്നിട്ടുണ്ട്. 2 ക്ലോറോ ബ്യൂട്ടനോയിക് ആസിഡ്, 3 ക്ലോറോ ബ്യൂട്ടനോയിക് ആസിഡ്, 4 ക്ലോറോ ബ്യൂട്ടനോയിക് ആസിഡ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ക്ലോറോ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. അപ്പോൾ അത് കോഞ്ചുഗേറ്റ് ബേസിനെ കൂടുതൽ സ്റ്റെബിലൈസ് ചെയ്യും. പക്ഷേ ക്ലോറോൻ്റെ പൊസിഷൻ മാറുന്നതനുസരിച്ച് pK വാല്യൂ മാറുന്നുണ്ടോ? ഇപ്പോൾ 2 പൊസിഷനിൽ വരുമ്പോൾ നോർമൽ ബ്യൂട്ടനോയിക് ആസിഡിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ pK കുറവാണ്, 2.8. പക്ഷേ 3 പൊസിഷനിൽ വരുമ്പോൾ
ഓൾമോസ്റ്റ് കമ്പയറബിൾ ആയിട്ട് മാറുകയാണ്. 4.1 ഫോർത്ത് പൊസിഷനിൽ വരുമ്പോൾ 4.5. അപ്പോൾ എത്രത്തോളം ദൂരത്തേക്ക് ഈ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് പോവുകയാണോ അത്രത്തോളം അതിൻ്റെ എഫക്റ്റ് കുറയും. Such inductive effects become less significant as the electron withdrawing group gets further away from the negative charge, as it is shown by the pKa for the chlorobutanoic acid. 2-chloro acid is significantly stronger than butanoic acid, but by the time the chlorine atom is on C4, there is almost no effect. ഇവിടെ കണ്ടോ ഈ 4.8ഉം 4.5ഉം വലിയ മാറ്റമില്ലല്ലോ. അപ്പോൾ ക്ലോറിൻ എത്രത്തോളം ദൂരത്തേക്ക് പോകണോ അതിൻ്റെ എഫക്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും, ഏത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണെങ്കിലും. ഓക്കെ, അത് അടുത്താണെങ്കിൽ അതിൻ്റെ എഫക്റ്റ് പ്രിഡോമിനൻ്റ് ആയിരിക്കും, ദൂരത്തേക്ക് പോണത് വഴി അതിൻ്റെ എഫക്റ്റ് കുറയും. ക്ലിയർ ആണോ? ഓക്കെ, ഇനി എങ്ങനെ ഹൈബ്രിഡൈസേഷൻ pKനെ എഫക്റ്റ് ചെയ്യാൻ നോക്കാം. അതായത് പ്രോട്ടോൺ ഏത് ഹൈബ്രിഡൈസേഷനുള്ള ഓർബിറ്റലിൽ നിന്നാണ് റിമൂവ് ചെയ്യണേ അതും pKനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഇപ്പോൾ എസ് ഓർബിറ്റൽസ് ആർ ഹെൽഡ് ക്ലോസർ ടു ദ ന്യൂക്ലിയസ് ദാൻ ദി പി ഓർബിറ്റൽസ് അല്ലേ. എസ് ഓർബിറ്റലിൻ്റെ ന്യൂക്ലിയസ് കുറേയും കൂടെ അടുത്തായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കും. അപ്പോൾ അതുകൊണ്ട് എസ് ഓർബിറ്റൽസ് ലോവർ ഇൻ എനർജിയാണ്, സ്റ്റേബിളാണ്. അപ്പോൾ എത്രത്തോളം ഒരു ഓർബിറ്റലിന് എസ് ക്യാരക്ടർ ഉണ്ടോ അത്രത്തോളം ടൈറ്റായിട്ട് അതിലെ ഇലക്ട്രോൺസിനെ ഹെൽഡ് ചെയ്ത് വെക്കും. അത് ക്ലോസർ ടു ദ ന്യൂക്ലിയസ് ആവുക അത്രത്തോളം ടൈറ്റായിട്ട് ഇലക്ട്രോൺസിനെ ഹോൾഡ് ചെയ്ത് വെക്കും. പിന്നെ അതിൻ്റെ എനർജി കുറവായിരിക്കും, കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. എസ് ഓർബിറ്റൽ എനർജി കുറവ്, സ്റ്റെബിലിറ്റി കൂടുതൽ. ഓക്കെ, അപ്പോൾ എസ് ക്യാരക്ടർ കൂടുന്നതനുസരിച്ചിട്ട് സ്റ്റെബിലിറ്റി കൂടും. അപ്പോൾ നമുക്ക് എസ് പി ഓർബിറ്റൽ നോക്കുകയാണെങ്കിൽ എസ് പി ഓർബിറ്റലിൽ 50% എസ് ക്യാരക്ടർ ഉണ്ട്. ഇനി sp2 ഓർബിറ്റൽ നോക്കുകയാണെങ്കിൽ അതിൽ 33% ആണ് എസ് ക്യാരക്ടർ ഉള്ളത്. ഇനി sp3 നോക്കുകയാണെങ്കിൽ അതിൽ 25% ആണ് എസ് ക്യാരക്ടർ ഉള്ളത്. അപ്പോൾ sp2 sp3 നോക്കുകയാണെങ്കിൽ എസ് ക്യാരക്ടർ കുറഞ്ഞുകൊണ്ട് വരികയാണ്. ഏറ്റവും കൂടുതൽ എസ് ക്യാരക്ടർ ഉള്ളത് sp ഓർബിറ്റലിനാണ്. ഓക്കെ, അപ്പോൾ sp ഓർബിറ്റലിലെ ഇലക്ട്രോൺസിന് എനർജി കുറവായിരിക്കും, അത് കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. sp ഓർബിറ്റലിൽ വരുന്ന ഇലക്ട്രോൺസിന് എനർജി കുറവായിരിക്കും, അത് സ്റ്റേബിൾ ആയിരിക്കും. അപ്പം നമ്മൾ ഒരു പ്രോട്ടോൺ റിമൂവ് ചെയ്യണം, sp ഓർബിറ്റലിൽ നിന്നാണ് പ്രോട്ടോൺ റിമൂവ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫോം ചെയ്യുന്ന ആനയോൺ അതിൻ്റെ എനർജി കുറവായിരിക്കും, അത് കൂടുതൽ സ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ സ്റ്റെബിലിറ്റി കൂടുന്നതനുസരിച്ചിട്ട് അസിഡിറ്റി കൂടുമല്ലോ. കോഞ്ചുഗേറ്റ് ബേസ് എത്രത്തോളം സ്റ്റേബിൾ ആവണോ അത്രത്തോളം സ്ട്രോങ്ങർ ആസിഡ് ആയിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ sp ഓർബിറ്റലിലാണ് ആനയോൺ ഫോം ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ സ്റ്റേബിൾ ആയിട്ടുള്ള കോഞ്ചുഗേറ്റ് ബേസ് ആണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ആസിഡ് കൂടുതൽ സ്ട്രോങ്ങർ ആയിരിക്കും. So hence anions derived from ethane, ethene and ethine increase in stability in this order and this is reflected in their pKs. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈഥെയിൻ്റെ pKa 50 ആണ്. ഇനി എത്തീൻ നോക്കുകയാണെങ്കിൽ അതിൻ്റെ pKa 44 ആണ്. അതുപോലെ ഇവിടെ എത്തൈൻ നോക്കുകയാണെങ്കിൽ അതിൻ്റെ pKa 26 ആണ്. കാരണം എന്താ, അതിന്ന് പ്രോട്ടോൺ ഈ ഓരോരോ പ്രോട്ടോൺ റിമൂവ് ചെയ്തിട്ട് ഫോം ചെയ്യണ ഈ കോഞ്ചുഗേറ്റ് ബേസ് അത് ഈ കേസിൽ കൂടുതൽ സ്റ്റേബിളാണ്.
ഇവിടെ കമ്പാരിറ്റീവ്ലി കുറവാണ്, ഇവിടെ നല്ലോണം കുറവാണ്. sp3 ഓർബിറ്റലിൽ വരുമ്പോൾ അതിൻ്റെ എനർജി കൂടും, സ്റ്റെബിലിറ്റി കുറയും. sp2 ആവുമ്പോൾ കമ്പാരിറ്റീവ്ലി എനർജി കുറവായിരിക്കും, സ്റ്റെബിലിറ്റി കൂടും. sp ആവുമ്പോൾ അതിൻ്റെ സ്റ്റെബിലിറ്റി നല്ലോണം കൂടുതലാണ്. അപ്പം അതുകൊണ്ടാണ് ഇതിൻ്റെ pK വാല്യൂ കുറവ്, ഇതിൻ്റെ pK വാല്യൂ കൂടുതൽ. ക്ലിയർ ആണോ? ഓക്കെ. The cyanide ion Cn minus with an electronegative element as well as an sp hybridized anion is even more stable and HCN has a pK of about 10. ഇപ്പം നമ്മൾ എത്തൈൻ പോലെ Cn മൈനസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ ഇപ്പോൾ എത്തൈൻ്റെ കേസിൽ 2 കാർബണാണ് ഉള്ളത്. ഈ കേസിൽ Cn മൈനസിൻ്റെ കേസിൽ ഒരു കാർബണും ഒരു നൈട്രജനുമാണ്. നൈട്രജൻ ഇലക്ട്രോൺ നെഗറ്റീവ് എലമെൻ്റ് ആണ്. അപ്പം നൈട്രജൻ്റെ മുകളിലല്ലേ ഇവിടെ നെഗറ്റീവ് ചാർജ് വരുന്നത്. Cn മൈനസ് നൈട്രജൻ്റെ മുകളിലല്ലേ നെഗറ്റീവ് ചാർജ് വരുന്നത്. ഇലക്ട്രോൺ നെഗറ്റീവ് എലമെൻറ്റിൻ്റെ മുകളിൽ നെഗറ്റീവ് ചാർജും sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലിൽ നിന്നാണ് പ്രോട്ടോൺ ലൂസ് ചെയ്യുന്നതും. അതുകൊണ്ട് HCൻ്റെ pK വാല്യൂ എന്ന് പറയുന്നത് 10. നൈട്രജൻ്റെ മുകളിൽ ഡീലോക്കലൈസ് ചെയ്തിട്ടാണ് വരുന്നത്. പ്രോട്ടോൺ ലൂസ് ചെയ്യുമ്പോൾ അത് കാർബണിൻ്റെ മുകളിലായിരിക്കും. ഇനി നമ്മൾ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് നേച്ചർ നോക്കുകയാണെങ്കിൽ sp ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഇലക്ട്രോൺസിനെ കൂടുതൽ ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യും. ഇപ്പോൾ ന്യൂക്ലിയസിന് ക്ലോസ് ആണല്ലോ s ഓർബിറ്റൽ. അപ്പോൾ sp ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലിൽ s ക്യാരക്ടർ കൂടുതലുള്ളതുകൊണ്ട് അത് ഇലക്ട്രോൺസിനെ ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യും. അതിൻ്റെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ക്യാരക്ടർ കുറവായിരിക്കും. ഇനി കമ്പയർഡ് ടു sp2, sp3 ആണെങ്കിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ക്യാരക്ടർ കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് നേച്ചർ വെച്ചിട്ട് നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാം, ആ pKയുടെ ഡിഫറൻസ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ആൽക്കഹോള് 1 2 3 പ്രപ്പനോളിൻ്റെ pK വാല്യൂ 16.1. ഇനി ഈ ആൽക്കഹോള് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു അൺസാച്ചുറേഷൻ വന്നു, അതിൻ്റെ pK വാല്യൂ 15.5 ആയി. കാരണം അതിൻ്റെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് നേച്ചർ കുറവാണ്. ഇവിടെ ഇലക്ട്രോൺ ഡൊണേഷൻ വരും, അപ്പോൾ ഈ ആനയോണിന് അത് കൂടുതൽ അൺസ്റ്റേബിലൈസ്ഡ് ആക്കാം. ഇപ്പം നമ്മൾ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഇൻഡക്റ്റീവ് ഇഫക്റ്റ് വഴി നോക്കുകയാണെങ്കിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് എഫക്റ്റ് വഴി ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യാം. അപ്പോൾ ഈ O മൈനസിലെ നെഗറ്റീവ് ചാർജിൻ്റെ ഇൻറ്റൻസിറ്റി പിന്നെയും കൂടുക ചെയ്യുക. നെഗറ്റീവ് ചാർജിൻ്റെ ഇൻറ്റൻസിറ്റി കൂടുമ്പോൾ അത് അൺസ്റ്റേബിലൈസ്ഡ് ആയിരിക്കും കോൺജുഗേറ്റ് ബേസ്, അപ്പോൾ അതിൻ്റെ അസിഡിറ്റി കുറവായിരിക്കും. അപ്പോൾ അതാണ് pK വാല്യൂ 16.1 വരുന്നത്. ഇവിടെ ഈ ഡബിൾ ബോണ്ട് വരുമ്പോൾ എന്താ, അതിൻ്റെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ക്യാരക്ടർ കുറയും. അപ്പോൾ ഈ നെഗറ്റീവ് ചാർജിനെ അത് കൂടുതൽ ഡീസ്റ്റേബിലൈസ്ഡ് ആക്കില്ല. അപ്പോൾ അതാണ് pK വാല്യൂ 16.1 എന്ന് 15.5 ആയിട്ടുള്ളത്. പിന്നെ ഇതും sp2 ടൈപ്പ് സിസ്റ്റാണ്, അരോമാറ്റിക് sp2 ടൈപ്പ് സിസ്റ്റ് ആവുകൊണ്ട് ഇതും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള pK വരും. ഇത് sp3 ആവുകൊണ്ട് അതിൻ്റെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ക്യാരക്ടർ വീണ്ടും കുറവാണ്. അപ്പോൾ pK 13.5. നമ്മൾ ആസിഡ് കൺസിഡർ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നോർമൽ sp3 വരുമ്പോൾ 4.9, ഇവിടെ sp2 വരുമ്പോൾ 4.2. ഈ കേസിലും ഓൾമോസ്റ്റ് സിമിലർ ആണ്. പക്ഷെ ഇവിടെ sp3 വരുമ്പോൾ pK വാല്യൂ വീണ്ടും കുറഞ്ഞ് 1.9 ആവുന്നു. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഓക്കെ. ഇനി ഹൈലി കോൺജുഗേറ്റഡ് കാർബൺ ആസിഡ്സ്. നമ്മൾ ഓക്സിജൻ ആസിഡ്സിൻ്റെ ഒക്കെ കേസസ് നോക്കി. ഇനി ഹൈലി കോൺജുഗേറ്റഡ് കാർബൺ ആസിഡ്സ് നോക്കുകയാണെങ്കിൽ, if we can delocalize the negative charge of a conjugate anion onto oxygen, the anion is more stable and consequently the acid is stronger. അതായത് നമുക്ക് ഓക്സിജൻ ആറ്റത്തിക്കോ അതുപോലെ ഇലക്ട്രോനെഗറ്റീവ് ആറ്റത്തിക്കോ നെഗറ്റീവ് ചാർജ് ഡീലോക്കലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയാണെങ്കിൽ ആനിയോൺ കുറേയും കൂടെ സ്ട്രോങ്ങർ ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡീലോക്കലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫാക്ടർ ഡിസ്കസ് ചെയ്തപ്പോൾ അത് കണ്ടിട്ടുള്ളതാണ്. ഇനി കാർബണിക്ക് ഡീലോക്കലൈസേഷൻ പോസിബിൾ ആണെങ്കിലും എന്താ ഇതുപോലെ പി കെ വാല്യൂസ് കുറയും. Even delocalization onto carbon alone is good if there is enough of it, which is why some highly delocalized hydrocarbons have remarkably low pKa's for hydrocarbons. നമുക്ക് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഇത് മീതെയിൻ pK വാല്യൂ 48. മീതെയിനിൽ ഒരു ഹൈഡ്രജന് നമ്മൾ ബെൻസീൻ വെച്ചിട്ട് ഫിനൈൽ ഗ്രൂപ്പ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ pK വാല്യൂ കുറഞ്ഞു. കാരണം ഈ പ്രോട്ടോൺ റിമൂവ് ആയിട്ട് അതിനെ ഡീലോക്കലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ അരോമാറ്റിക് സിസ്റ്റത്തിൽ ഡീലോക്കലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി 2 ഫിനൈൽ ഗ്രൂപ്പ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ pK വാല്യൂ വീണ്ടും കുറഞ്ഞു, 33 ആയി. 14 33 ആയി. ഇനി 3 ഫിനൈൽ ഗ്രൂപ്പ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ pK വാല്യൂ കുറഞ്ഞ് 32 ആയി. പക്ഷെ ഇവിടെ വലിയ എഫക്റ്റ് വന്നിട്ടില്ല. അതെന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. Increasing the number of phenyl groups decrease the pKa. This is what we expect since we can delocalize the charge over all the rings. അല്ലേ? ഫിനൈൽ ഗ്രൂപ്പിൻ്റെ എണ്ണം കൂടുന്തോറും pK വാല്യൂ കുറയും. അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ്. കാരണം ഡീലോക്കലൈസേഷൻ കൂടുതൽ പോസിബിൾ ആയിരിക്കും. കുറേ റെസണൻസ് സ്ട്രക്ചേഴ്സ് അതിന് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലേ? ഓക്കെ. പക്ഷേ ഈ pK വാല്യൂയുടെ ഡിഫറൻസ് ഇപ്പോൾ ഇവിടുന്ന് 8 യൂണിറ്റ്സ് കുറഞ്ഞു, ഇവിടുന്ന് പക്ഷേ 7 യൂണിറ്റ്സേ ഉള്ളൂ, ഇവിടുന്ന് 1 യൂണിറ്റേ ഉള്ളൂ. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. Notice, however, that each successive phenyl ring has less effect on the pKa. The first ring lowers the pKa by 8 units, the second by 7, and the third by only 1 unit. In order to have effective delocalization, അതായത് ഡീലോക്കലൈസേഷൻ നന്നായിട്ട് നടക്കണമെങ്കിൽ സിസ്റ്റം പ്ലെനാർ ആയിരിക്കണം. ഇപ്പം നമ്മൾ 3 ഫിനൈൽ ഗ്രൂപ്പ്സ് വരികയാണെങ്കിൽ, ഇത് കണ്ടോ, 3 ഫിനൈൽ ഗ്രൂപ്പ്സ് വരികയാണെങ്കിൽ ഈ ഓർത്തോ ഹൈഡ്രജൻസിൻ്റെ പ്രസൻസ് കാരണം, അത് റിപ്പൽ ചെയ്യണ കാരണം സിസ്റ്റം പ്ലെനാറായിട്ട് എക്സിസ്റ്റ് ചെയ്യില്ല. അതിത്തിരി ട്വിസ്റ്റഡ് ആയിട്ട് ഇങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുക. കണ്ടോ, പ്ലെനാറായിട്ടല്ല, ഇച്ചിരി ട്വിസ്റ്റായിട്ടാണ് സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുക. 3 phenyl groups cannot arrange themselves in a plane around one carbon atom because the ortho hydrogens clash with each other. ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ഓർത്തോ ഹൈഡ്രജൻസ് സ്റ്റെറിക് ഹിൻഡ്രൻസ് കോസ് ചെയ്യും. അപ്പോൾ അത് കാരണം ഈ സിസ്റ്റത്തിന് പ്ലെനാറായിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ആൻഡ് ദി കോമ്പൗണ്ട് ആക്ച്വലി അഡോപ്റ്റ്സ് എ പ്രൊപ്പലാർ ഷേപ്പ്. ഇതുപോലെ ഇച്ചിരി ട്വിസ്റ്റഡ് ആയിട്ടുള്ളൊരു ഷേപ്പ് അത് അറ്റൈൻ ചെയ്യും. വേർ ഈച്ച് ഫിനൈൽ റിംഗ് ഈസ് സ്ലൈറ്റ്ലി ട്വിസ്റ്റഡ് റിലേറ്റീവ് ടു ദ നെക്സ്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫിനൈൽ ഗ്രൂപ്പ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ, നമ്മളിവിടെ കണ്ട പോലെ ഫിനൈൽ ഗ്രൂപ്പ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ pK വാല്യൂവിൽ ഡിഫറൻസ് വല്ലാണ്ട് വരാത്തത്. ക്ലിയർ ആയോ? ഓക്കെ. ഇനി even though complete delocalization is not possible, each phenyl ring does lower the pKa because the sp2 carbon on the ring is electron withdrawing. അപ്പോൾ നമ്മൾ അരോമാറ്റിക് ഇഫക്റ്റ് വഴി ഇതിൻ്റെ pKa, അതായത് അരോമാറ്റിക് ഇഫക്റ്റ് അല്ല, സോറി ഈ റെസൊണൻസ് ഇഫക്റ്റ് വഴി pKa കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലെനാർ ഷേപ്പ് ഇല്ലാത്തതുകൊണ്ട്
പോസിബിൾ ആവില്ല. പക്ഷേ ഓരോ ഫിനൈൽ റിങ്ങും ഇലക്ട്രോൺ വിഡ്രോയിങ് ആണല്ലോ. അപ്പോൾ അത് ആ നെഗറ്റീവ് ചാർജിൽ നിന്ന് ഇലക്ട്രോൺ വിഡ്രോ ചെയ്യുമ്പോൾ നെഗറ്റീവ് ചാർജിൻ്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയും, അത് കൂടുതൽ സ്റ്റെബിലൈസ്ഡ് ആവും. അപ്പം അതുകൊണ്ടാണ് ആ പി കെ വാല്യൂ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് ഫിനൈൽ ഗ്രൂപ്പ്സിൻ്റെ എണ്ണം കൂടുന്തോറും. ക്ലിയർ ആയോ? അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഈവൻ ദോ കംപ്ലീറ്റ് ഡീലോക്കലൈസേഷൻ ഈസ് നോട്ട് പോസിബിൾ, ഈച്ച് ഫിനൈൽ റിംഗ് ഡസ് ലോവർ ദ പി കെ എ ബിക്കോസ് ദ sp2 കാർബൺ ഓൺ ദ റിംഗ് ഈസ് ഇലക്ട്രോൺ വിഡ്രോയിങ്. ഇനി നമ്മൾ സിസ്റ്റത്തിനെ പ്ലെനാർ ആവാൻ ഫോഴ്സ് ചെയ്യുകയാണെങ്കിൽ പി കെ വാല്യൂ കൺസിഡറബിൾ ആയിട്ട് കുറയും. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കുക, ഈ ഫ്ലൂറിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോംപ്ലക്സിൻ്റെ പി കെ വാല്യൂ 22.8 ആണ്. അപ്പോൾ ഇവിടെ ആനയോൺ ജനറേറ്റ് ചെയ്യും, സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് പ്ലെനാർ ആണ്. ഇനി നമ്മൾ 9 ഫിനൈൽ ഫ്ലൂറിൻ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പി കെ വാല്യൂ 18.5 ആണ്. ഇവിടെ ഒരു ഫിനൈൽ ഗ്രൂപ്പ് കൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ ഫ്യൂസ്ഡ് റിങ്സ് പ്ലെനാർ ആണ്, പക്ഷേ ഈ ഫിനൈൽ പ്ലെനാർ ആവണമെന്നില്ല. ഇവിടെ ഈ ഡിഫറൻസ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഇഫക്റ്റ് കാരണമായിരിക്കും. ഇനി നമ്മൾ ഫ്ലൂറാഡിൻ നോക്കുകയാണെങ്കിൽ ഇവിടെ പി കെ വാല്യൂ 11 ആണ്. 22.8 നിന്ന് 11 ആയിട്ട് കുറഞ്ഞു, 3 ഫിനൈൽ റിങ്സ്. ഇവിടെ സിസ്റ്റം കംപ്ലീറ്റ് ആയിട്ട് പ്ലെനാർ ആവുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡ്രാസ്റ്റിക് ഡിഫറൻസ് വന്നിട്ടുള്ളത്. ഏകദേശം 22.8 നിന്ന് 11, ഒരു 12 ഡിഫറൻസ് വന്നിട്ടുണ്ട്. 22.8 നിന്ന് 11 അപ്രോക്സ് ഒരു 12 പി കെ വാല്യൂ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഈ സിസ്റ്റം പ്ലെനാർ ആവോട്ട് ഇവിടെ റെസൊണൻസ് ഇഫക്റ്റ് പോസിബിൾ ആണ്. അതുകൊണ്ടാണ് ഇത്രയും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള പി കെ വാല്യൂവിൽ ഡിഫറൻസ് വന്നിട്ടുള്ളത്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി നമുക്ക് എങ്ങനെയാണ് അരോമാറ്റിസിറ്റി എഫക്റ്റ് ചെയ്യുന്നത് നോക്കാം. പി കെ വാല്യൂവിനെ സൈക്ലോപെൻറ്റാഡൈൻ is a compound which becomes aromatic on deprotonation. The stability gained in being aromatic is reflected in the compound's pK. അപ്പോൾ ഇതാണ് സൈക്ലോപെൻറ്റാഡൈൻ. അപ്പോൾ ഇവിടുന്ന് ഈ ഒരു പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്ത സൈക്ലോപെൻറ്റാഡൈനിൽ ആനയോൺ ഫോം ചെയ്യും. ആ ആനയോൺ പ്ലെനാർ ആണ്, 6 pi ഇലക്ട്രോൺസ് ഉണ്ട്, അതൊട്ട് അത് അരോമാറ്റിക് കോമ്പൗണ്ട് ആണ്. അപ്പോൾ അതിൻ്റെ പി കെ 15.5. ഇനി സൈക്ലോഹെപ്റ്റാട്രൈൻ നോക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീലോക്കലൈസേഷൻ പോസിബിൾ ആണ്. പക്ഷേ ഇവിടെ ഈ ആനയോൺ പ്ലെനാർ അല്ല, ഇത് 4 pi ഇലക്ട്രോൺ സിസ്റ്റമാണ്. ഇത് പ്ലെനാർ അല്ലാത്തതുകൊണ്ട് ഇത് അരോമാറ്റിക്കും അല്ല ആൻറ്റി അരോമാറ്റിക്കും അല്ല. ഇനി നമ്മൾ ട്രൈമീഥൈൽ സൈക്ലോപ്രോപ്പീൻ നോക്കുകയാണെങ്കിൽ അതിൻ്റെ പി കെ വാല്യൂ നല്ല കൂടുതലാണ്, 62. അതിൽ നിന്ന് ഈ ഒരു പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആനയോൺ ഫോം ചെയ്യുന്നു. അത് പ്ലെനാർ ആണ്, അതിന് 4 pi ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ അത് ആൻറ്റി അരോമാറ്റിക് ആണ്. അരോമാറ്റിസിറ്റി ആൻറ്റി അരോമാറ്റിസിറ്റി ഒക്കെ നമ്മൾ വേറൊരു ലെക്ചറിൽ പഠിക്കുവേ. ഇപ്പം അതല്ല നമ്മൾ ഡിസ്കസ് ചെയ്യണേ. ഇവിടെ അരോമാറ്റിക് ക്യാരക്ടർ ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ പി കെ വാല്യൂ നല്ലോണം കുറവ് വന്നിട്ടുള്ളതെന്നാണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ഫാക്ടർ. ഓക്കെ. ഒരു സിസ്റ്റത്തിൽ നിന്ന് ഡീപ്രോട്ടോണേഷൻ നടന്ന് അരോമാറ്റിക് സിസ്റ്റം ഫോം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ആ സിസ്റ്റം ആ കോമ്പൗണ്ട് പി കെ വാല്യൂ കുറവായിരിക്കും. അത് അരോമാറ്റിക് സിസ്റ്റം ഫോം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ പി കെ വാല്യൂ കുറവായിരിക്കും. Compare the pK of cyclopentadiene with that of cycloheptatriene. Whilst anion of the former has 6 pi electrons, which makes it isoelectronic with benzene. 4n pi electron ആണ്, 4 pi electron അല്ല. (4n + 2) ഉദ്ദേശിച്ച് വന്നപ്പോഴാണ് 4n pi ഇലക്ട്രോൺ. ഇവിടെ 8
8 pi electron system ആണ്, which makes it isoelectronic with benzene. The anion of the later has 8 pi electrons. അപ്പോൾ ഇതൊരു അരോമാറ്റിക് സിസ്റ്റം, അതായത് ബെൻസീൻ്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് സിമിലർ ആണ്. അപ്പോൾ ഇതൊരു അരോമാറ്റിക് സിസ്റ്റം ഫോം ചെയ്യുന്നോട്ട്, അതായത് ഡീപ്രോട്ടോണേഷൻ നടന്നു കഴിഞ്ഞാൽ ഒരു അരോമാറ്റിക് സിസ്റ്റം ഫോം ചെയ്യുന്നോട്ട് ഇത് കൂടുതൽ സ്റ്റെബിലൈസ്ഡ് ആവും. പിന്നെ അതുകൊണ്ട് അതിൻ്റെ പി കെ വാല്യൂ ലോവർ ആയിരിക്കും, 15.5. പക്ഷേ ഈ കേസിൽ അത് പോസിബിൾ അല്ല, അരോമാറ്റിക് സിസ്റ്റം അല്ലല്ലോ. 8 പൈ ഇലക്ട്രോൺസ് ഉള്ളതുകൊണ്ട് അത് അരോമാറ്റിക് സിസ്റ്റം അല്ല. പിന്നെ അത് പ്ലെനാർ അല്ല, അതുകൊണ്ട് അരോമാറ്റിക്കും അല്ല ആൻറ്റി അരോമാറ്റിക്കും അല്ല. The cycloheptatrienal anion does have 4n pi electrons, but it is not anti-aromatic because it is in planar. However, it certainly isn't aromatic either, and its pKa of around 36 is about the same as that of propene. പ്രൊപ്പീൻ്റെ സിമിലർ ആയിട്ടുള്ളൊരു വാല്യൂ ആണ് സൈക്ലോഹെപ്റ്റട്രൈനൽ ആനയോണിനുള്ളത്. This contrasts with the cyclopropenyl anion, which must be planar since any 3 points define a plane. നമ്മളിവിടെ കണ്ടിട്ടുള്ള പ്രൊപ്പീനൈൽ ആനയോൺ അത് പ്ലെനാർ ആണ്. Now the compound is anti-aromatic and this is reflected in the high pK. Anti-aromatic compound stable അല്ല, അപ്പം അതുകൊണ്ടാണ് അതിൻ്റെ പി കെ വാല്യൂ നല്ലോണം കൂടുന്നത്. പിന്നെ നമ്മൾ ഈ സൈക്ലോപെൻറ്റാഡൈനിൽ 5 പൊസിഷനിലും CN ഗ്രൂപ്പ് സൈനോ ഗ്രൂപ്പ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പി കെ വാല്യൂ വീണ്ടും നല്ലോണം കുറയും. കാരണം എന്താ, ഇതൊക്കെ ഈ സൈനോ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ വിഡ്രോയിങ് നേച്ചറുള്ള ഗ്രൂപ്പാണ്. ഓൾറെഡി അത് അരോമാറ്റിക് കോമ്പൗണ്ട് ആവും ഡീപ്രോട്ടോണേഷൻ നടന്നു കഴിഞ്ഞാൽ. പിന്നെ ഈ സൈനോ ഗ്രൂപ്പ് ഇലക്ട്രോൺ വിഡ്രോയിങ് ടൈപ്പ് ഗ്രൂപ്പും കൂടെ ആകുമ്പോൾ അതിൻ്റെ പി കെ വാല്യൂ വീണ്ടും കുറയും. The 5 cyanide groups stabilize the anion so much that the pK for this compound is about -11. ഇപ്പം നമ്മൾ സൈക്ലോപെൻറ്റാഡൈൻ്റെ പി കെ 15.5 എന്ന് കണ്ടു. ഈ 5 സൈനോ ഗ്രൂപ്പ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതിൻ്റെ പി കെ വാല്യൂ നല്ലോണം കുറഞ്ഞു, -11 ആയി. അത് കൂടുതൽ അസിഡിക്കായി. കാരണം എന്താ, ആനയോൺ അത് സ്റ്റെബിലൈസ് ചെയ്യും. ഇത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അല്ലേ, സൈനോ ഗ്രൂപ്പ് 5 എണ്ണം ഉണ്ട്, അത് ഇലക്ട്രോൺ വിഡ്രോയിങ് നേച്ചറാണ്. അപ്പോൾ അത് ആനയോണ് കൂടുതൽ സ്റ്റെബിലൈസ് ചെയ്യുന്നോട്ടാണ് അതിൻ്റെ പി കെ വാല്യൂ ഇത്രയും കുറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. ഇനി ഇപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ദ മോർ സ്റ്റെബിലൈസ്ഡ് എന്താണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടർ? പി കെ വാല്യൂ കൺസിഡർ ചെയ്യും, പി കെ ചാർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കോഞ്ചുഗേറ്റ് ബേസ് എത്രത്തോളം സ്റ്റെബിലൈസ്ഡ് ആവണോ അത്രത്തോളം സ്ട്രോങ്ങർ ആയിരിക്കും നമ്മുടെ ആസിഡ്. The more stabilized the conjugate base A minus, the stronger is the acid. ഇനി നമുക്ക് എങ്ങനെയൊക്കെ ഈ എ മൈനസിനെ സ്റ്റെബിലൈസ് ചെയ്യാമെന്ന് നോക്കുക. അതാണ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പി കെ. ഹാവിങ് ദ ചാർജ് ഓൺ എ ഇലക്ട്രോനെഗറ്റീവ് എലമെൻറ്റ്. ഇപ്പോൾ നമ്മൾ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഒരു എലമെൻറ്റിൽ നെഗറ്റീവ് ചാർജ് വരികയാണെങ്കിൽ അത് കുറേയും കൂടെ സ്റ്റേബിൾ ആയിരിക്കും. ഇപ്പം നമ്മൾ കാർബണിൽ നെഗറ്റീവ് ചാർജ് വരുന്നേക്കാളും ഓക്സിജനിൽ നെഗറ്റീവ് ചാർജ് വരുമ്പോഴായിരിക്കും കൂടുതൽ സ്റ്റേബിൾ ആവണേ. പിന്നെ അതുപോലെ ഡീലോക്കലൈസിങ് ദ നെഗറ്റീവ് ചാർജ് ഓവർ അതർ കാർബൺ ആറ്റംസ് ഓർ ഈവൻ ബെറ്റർ ഓവർ മോർ ഇലക്ട്രോനെഗറ്റീവ് ആറ്റംസ്. ഇനി ഡീലോക്കലൈസേഷൻ പോസിബിൾ ആണെങ്കിൽ, അതായത് റെസൊണൻസ് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യാൻ പോസിബിൾ ആണെങ്കിൽ അത് കാർബണിക്കാവട്ടെ, ഇനി കുറേയും കൂടെ ബെറ്റർ ആവുകയാണെങ്കിൽ ഇലക്ട്രോനെഗറ്റീവ് ആറ്റത്തേക്ക് ഡീലോക്കലൈസേഷൻ പോസിബിൾ ആണെങ്കിൽ അത് കുറേയും കൂടെ ബെറ്റർ ആണ്. അപ്പോൾ ഡീലോക്കലൈസേഷൻ പോസിബിൾ ആണെങ്കിൽ പി കെ വാല്യൂ, അതായത് കോഞ്ചുഗേറ്റ് ബേസ് സ്റ്റെബിലൈസ്ഡ് ആവും, പി കെ വാല്യൂ കുറയും, ആസിഡ് സ്ട്രോങ്ങർ ആവും. ഇനി സ്പ്രെഡിങ് ഔട്ട് ദി ചാർജ് ഓവർ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ബൈ ദ പോളറൈസേഷൻ ഓഫ് സിഗ്മ ബോൺസ്, ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. അതായത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് പ്രസൻ്റ് ആണെങ്കിൽ അതിന് നമുക്ക് ചാർജ് ഡെൻസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് നെഗറ്റീവ് ചാർജിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കും, ആനയോൺ കോഞ്ചുഗേറ്റ് ബേസ് കുറേയും കൂടെ സ്റ്റേബിൾ ആവും, അപ്പോൾ പി കെ വാല്യൂ കുറയും, ആസിഡ് സ്ട്രോങ്ങർ ആവും. ഇനി ഹാവിങ് ദ നെഗറ്റീവ് ചാർജ് ഇൻ ആൻ ഓർബിറ്റൽ വിത്ത് മോർ എസ് ക്യാരക്ടർ. ഇനി എസ് ക്യാരക്ടർ ഉള്ളൊരു
ഓർബിറ്റൽ എന്നാണ്. എസ് ക്യാരക്ടർ കൂടുതലുള്ളൊരു ഓർബിറ്റൽ എന്നാണ്. അതായത് sp ഓർബിറ്റലിനോ sp2 ഓർബിറ്റലിനോ ഒക്കെ ആയിട്ട് നമ്മൾ ഇലക്ട്രോണിനെ അല്ല പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ എന്താ അത് കൂടുതൽ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള കോൺജുഗേറ്റ് ബേസ് ആയിരിക്കും. അപ്പം അങ്ങനെ അതിൻ്റെ pK വാല്യൂ കുറയും, ആസിഡ് സ്ട്രോങ്ങർ ആവും. ഇനി അരോമാറ്റിക്, ബിക്കമിങ് അരോമാറ്റിക്. ഇപ്പം നമ്മൾ പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞ് ആ കോമ്പൗണ്ട് അരോമാറ്റിക് ആയിട്ട് മാറുകയാണെങ്കിൽ അതിൻ്റെ pK വാല്യൂ കുറവായിരിക്കും. അപ്പോൾ ഇതാണ് കുറച്ച് ഫാക്ടേഴ്സ്, pKനെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ്. ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്ലിയർ ആയോ? ഓക്കെ. ഇനി ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ഡിക്രീസ് ആസിഡിറ്റി. ഇനി വാട്ട് എഫക്റ്റ് വുഡ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ഹാവ്? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് എങ്ങനെയാണ് ആസിഡിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആസ് യു വുഡ് എക്സ്പെക്ട്, ദീസ് ഡീസ്റ്റെബിലൈസ് എ കോൺജുഗേറ്റ് ബേസ് ബിക്കോസ് ഇൻസ്റ്റെഡ് ഓഫ് ഹെൽപ്പിംഗ് ടു സ്പ്രെഡ് ഔട്ട് ദി നെഗറ്റീവ് ചാർജ് ദേ ആക്ച്വലി പുട്ട് മോർ ഇൻ. അതായത് നമ്മൾക്കറിയാം ഇപ്പം ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് നെഗറ്റീവ് ചാർജിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കും. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ആനയോണിന് നെഗറ്റീവ് ചാർജിനെ വിഡ്രോ ചെയ്യും. അപ്പോൾ ആനയോണിൻ്റെ ചാർജ് ഡെൻസിറ്റി കുറയും, ആനയോൺ സ്റ്റേബിൾ ആവും. പക്ഷേ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കണേ? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ഇലക്ട്രോണിനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആനയോണിലുള്ള ചാർജ് ഡെൻസിറ്റി കൂടും. ആനയോണിലുള്ള ചാർജ് ഡെൻസിറ്റി കൂടുമ്പോൾ ആനയോൺ കൂടുതൽ ഡീസ്റ്റെബിലൈസ്ഡ് ആവും. ആനയോൺ ഡീസ്റ്റെബിലൈസ്ഡ് ആവുക എന്ന് പറഞ്ഞാൽ എന്താ? കോൺജുഗേറ്റ് ബേസ് ഡീസ്റ്റെബിലൈസ്ഡ് ആവുക, ആസിഡ് വീക്കർ ആവും. ഓക്കെ. ക്ലിയർ ആയില്ലേ? നമ്മൾ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് പഠിച്ചില്ലേ? ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ഇലക്ട്രോണിനെ കൊടുക്കുക ചെയ്യുക, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഇലക്ട്രോണിനെ എടുക്കുക ചെയ്യുക. അപ്പോൾ ഇത് ഇലക്ട്രോണിനെ കൊടുക്കുമ്പോൾ ആനയോണിലെ ചാർജ് ഡെൻസിറ്റി കൂടും. ചാർജ് ഡെൻസിറ്റി കൂടുമ്പോൾ അത് ഡീസ്റ്റെബിലൈസ്ഡ് ആവും. അതുകൊണ്ട് അതിൻ്റെ pK വാല്യൂ കൂടും, ആസിഡ് വീക്കർ ആവും. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിൻ്റെ കേസിൽ നേരെ റിവേഴ്സ്. അത് ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യണ കാരണം ആനയോണിൻ്റെ ചാർജ് ഡെൻസിറ്റി കുറയും, ആനയോൺ സ്റ്റേബിൾ ആവും. ആനയോൺ സ്റ്റേബിൾ ആവുമ്പോൾ ആസിഡ് സ്ട്രോങ്ങർ ആവും, pK വാല്യൂ കുറയും. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ കോമൺ ആയിട്ട് കാണുന്ന ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആണ്. അത് വീക്ക്ലി ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ്സ് ആണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ മെത്തനോയിക് ആസിഡ്, അസിറ്റിക് ആസിഡ് നോക്കുമ്പോൾ ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ അത് CH3 വന്നു, ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ്. അപ്പോൾ അതിൻ്റെ pK വാല്യൂ കൂടി. ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് എന്താ ചെയ്യുന്നത്? ആനയോണിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ മെത്തനോയിക് ആസിഡിൻ്റെ കേസിൽ pK 3.7 ആയിരുന്നു, അസിറ്റിക് ആസിഡിൻ്റെ കേസിൽ ആ pK വാല്യൂ കൂടി ബിക്കോസ് ഓഫ് ഇലക്ട്രോൺ റിലീസിങ് ഇഫക്റ്റ് ഓഫ് ദിസ് മീഥൈൽ ഗ്രൂപ്പ്. ഇനി നമ്മൾ മെത്തനോള്, എത്തനോള്, ഐസോപ്രൊപ്പൈൽ, ടേർഡ് ബ്യൂട്ടൈലൊക്കെ നോക്കുകയാണെങ്കിൽ മെത്തനോളും എത്തനോളൊക്കെ ഈ ഇലക്ട്രോൺ റിലീസിങ് ഇഫക്റ്റ് കാരണം കണ്ടോ 15.5, 16 വാല്യൂ കൂടിക്കൊണ്ടിരിക്കുക pKയുടെ. ഇവിടെ 2 മീഥൈൽ ഗ്രൂപ്പ് വരുന്നതുകൊണ്ട് അതിൻ്റെ വാല്യൂ പിന്നെയും കൂടി 17.1 ആയി. ഇനി 3 എണ്ണം ടെർഷ്യറി ബ്യൂട്ടൈൽ ആൽക്കഹോളിൻ്റെ കേസിൽ 3 എണ്ണം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ pK വാല്യൂ വീണ്ടും കൂടി. അപ്പോൾ ഇതാണ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ചെയ്യുന്നത്. അത് അസിഡിറ്റി കുറയ്ക്കുക ചെയ്യുന്നത്. pK വാല്യൂ കൂടുക എന്ന് പറയുമ്പോൾ അസിഡിറ്റി കുറയ്ക്കുക ചെയ്യുന്നത്. ഓക്കെ. The anions are also stabilized by solvation. Solvation is reduced by increasing the steric hindrance around the alkoxide. നമ്മൾ ഈ കേസ് കൺസിഡർ ചെയ്യുമ്പോൾ ഇലക്ട്രോൺ റിലീസിങ് ഇഫക്റ്റ് കൂടാണ്ട് ഇപ്പോൾ
ഇത് ക്രൗഡഡ് ആയിട്ട് മാറുകയല്ലേ, അപ്പോൾ അതിന് സോൾവേഷൻ പോസിബിൾ ആയിരിക്കില്ല. ആനയോണിനെ സോൾവെന്റ് വന്ന് കവർ ചെയ്തിട്ട് സ്റ്റെബിലൈസ് ചെയ്യണ സോൾവേഷൻ ഇഫക്റ്റ് പോസിബിൾ ആയിരിക്കില്ല ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൂടുന്ന സമയത്ത്. മീഥൈൽ ഗ്രൂപ്പ്സിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കൂടുന്ന സമയത്ത് സോൾവേഷൻ പോസിബിൾ ആയിരിക്കില്ല സ്റ്റെറിക് ഹിൻഡ്രൻസ് കാരണം. അപ്പോൾ അതുകൊണ്ട് ആനയോണിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല സോൾവേഷൻ വഴി. അപ്പോൾ അതും ഒരു കാരണമായിരിക്കും ഈ pK വാല്യൂ കൂടുന്നത്. ഓക്കെ. ഇനി ഓൾത്തോ to a lesser extent than amides, the ester group is also stabilized by conjugation. In this case, the ethoxide part of the ester is electron releasing. അപ്പോൾ നമ്മൾ എസ്റ്ററിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ, ഇനി ഇവിടെ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇതുവരെ നോക്കേ. അസറ്റാൽഡിഹൈഡ് എത്തനാളിൻ്റെ കേസിൽ pK വാല്യൂ ഈ ഒരു പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്താൽ pK വാല്യൂ 13.5 ആണ്. ഇനി നമ്മൾ അസിറ്റോൺ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അസിറ്റോണിൽ ഇലക്ട്രോൺ റിലീസിങ് ആയിട്ടുള്ള മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ pK വാല്യൂ വീണ്ടും കൂടി. നമ്മൾ ഈഥൈൽ അസിറ്റേറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ എത്തോക്സൈഡ് പാർട്ട് ഇലക്ട്രോൺ റിലീസിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ pK വാല്യൂ വീണ്ടും കൂടി. ഇനി നമ്മൾ ഈ ഒരു കേസ് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ഡൈക്കീറ്റോൺ 1,3 ഡൈക്കീറ്റോൺ സിസ്റ്റാണ്, 1,3 ഡൈകാർബോണിൽ സിസ്റ്റാണ്. പിന്നെ പ്രൊപ്പൻഡയാൽ ആൽഡിഹൈഡ് 2 ആൽഡിഹൈഡ് വരുമ്പോൾ അതിൻ്റെ pK വാല്യൂ 7 ആണ്. ഇനി 2 കീറ്റോൺ വരുമ്പോൾ ഈ CH3 2 കീറ്റോൺ വരുമ്പോൾ ഇലക്ട്രോൺ റിലീസിങ് ഇഫക്റ്റ് കാരണം അതിൻ്റെ pK വാല്യൂ വീണ്ടും കൂടി. ഈ പ്രോട്ടോൺ ആണ് അബ്സ്ട്രാക്ട് ചെയ്യുന്നത്, അതിൻ്റെ pK വാല്യൂ വീണ്ടും കൂടി ഈ CH3യുടെ ഇലക്ട്രോൺ റിലീസിങ് ഇഫക്റ്റ് കാരണം. ഇനി ഒരു എത്തോക്സൈഡും ഒരു CH3യും വരുമ്പോൾ അതിൻ്റെ pK വാല്യൂ വീണ്ടും കൂടി. എത്തോക്സൈഡ് CH3നെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കൂടുതൽ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പാണ്. ഇനി 2 എത്തോക്സൈഡ് വരുമ്പോൾ അതിൻ്റെ pK വാല്യൂ വീണ്ടും കൂടി. ഈ OETൻ്റെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഇഫക്റ്റ് ഗ്രേറ്റർ ദാൻ CH3. ക്ലിയർ ആയോ? ഓക്കെ. ഇനി നമ്മൾ അമ്മോണിയം വാട്ടറും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അമ്മോണിയയുടെ pK അറൗണ്ട് 33 ആണ്, വാട്ടറിൻ്റെ pK അറൗണ്ട് 15.74 ആണ്. അമ്മോണിയയുടെ pK വാട്ടറിനേക്കാളും കൂടുതലാണ്. കാരണം എന്തുകൊണ്ടാണ്? NH3 പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ NH2 മൈനസ് ആണ് ഫോം ചെയ്യുന്നത്, നെഗറ്റീവ് ചാർജ് നൈട്രജനിലാണ്. ഇനി വാട്ടർ എന്ന പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോം ചെയ്യുന്നത് OH മൈനസ് ആണ്, നെഗറ്റീവ് ചാർജ് ഓക്സിജനിലാണ്. ഓക്സിജൻ കൂടുതൽ ഇലക്ട്രോൺ വിഡ്രോയിങ് എലമെൻ്റ് ആവുകൊണ്ട് ഇലക്ട്രോൺ നെഗറ്റീവ് എലമെൻ്റ് ആവോട്ട് അതിൽ നെഗറ്റീവ് ചാർജ് വരുന്നതായിരിക്കും കൂടുതൽ പ്രിഫറബിൾ. അതുകൊണ്ടാണ് ഈ pK വാല്യൂവിലെ ഡിഫറൻസ് വരുന്നത്. ഓക്കെ. ഇനി ഈ ഒരു ട്രെൻഡ് നൈട്രജൻ കോമ്പൗണ്ട്സ് അമൈഡ് ഗ്രൂപ്പ്സിലും വിസിബിൾ ആണ്. Whilst oxygen equivalent of an amide, a carboxylic acid has a low pKa, a strong base is needed to deprotonate an amide. ഇപ്പം നമ്മൾ കാർബോക്സിലിക് ആസിഡിനെ ഡീപ്രോട്ടോണേറ്റ് ചെയ്യുന്നതിനേക്കാളും പാടാണ് അമൈഡിനെ ഡീപ്രോട്ടോണേറ്റ് ചെയ്യുന്നത്. കാരണം അവിടെ നമ്മൾ നൈട്രജനായിരിക്കും പ്രോട്ടോണിനെ അബ്സ്ട്രാക്ട് ചെയ്യുന്നത്. Nevertheless, the carbonyl group of a amide does lower the pKa from that of an amine to around 17. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വാട്ടറിൻ്റെ pKa 15.74, കാർബോക്സിലിക് ആസിഡ് വരുമ്പോൾ ഈ ഒരു ഡീലോക്കലൈസേഷൻ ഇഫക്റ്റ് കാരണം അതിൻ്റെ pK വാല്യൂ വീണ്ടും കുറഞ്ഞു 5. ഇനി നമ്മൾ അമ്മോണിയ നേരത്തെ പറഞ്ഞ അമ്മോണിയയുടെ കേസ് pK വാല്യൂ 33. പക്ഷേ ഈ കാർബോണിൽ ഗ്രൂപ്പ് വരുമ്പോൾ
അവിടേക്ക് ഡീലോക്കലൈസേഷൻ പോസിബിൾ ആവുക കാരണം അതിൻ്റെ pK വാല്യൂ 17 ആയിട്ട് കുറയണം. ഇനി നമ്മൾ 2 കാർബോണിൽ ഗ്രൂപ്പ്സ്, ഇവിടെ ഇമൈഡിൻ്റെ കേസിൽ 2 കാർബോണിൽ ഗ്രൂപ്പ്സ് വരുന്നുണ്ട്. അപ്പോൾ 2 കാർബോണിൽ ഗ്രൂപ്പ്സിക്കും ഡീലോക്കലൈസേഷൻ പോസിബിൾ ആയിരിക്കും. ഇവിടെ ആനയോൺ ഫോം ചെയ്ത അതിനെ ഇങ്ങോട്ടേക്കും ഡീലോക്കലൈസ് ചെയ്യുക, അതുപോലെ ഇങ്ങോട്ടേക്കും ഡീലോക്കലൈസ് ചെയ്യുക. അപ്പോൾ ഡീലോക്കലൈസേഷൻ കൂടുന്തോറും pK വാല്യൂ കുറയും. അതാണ് ഈ pK വാല്യൂ 8.3, 17ന് 8.3 ആയിട്ട് കുറയുന്നത്. Nevertheless, the carbonyl group of an amide does lower the pK from that of the amine to around 17. It's not surprising, therefore, that 2 carbonyl groups in an imide lower the pK still further, as in the case of phthalimide. ഇത് ക്ലിയർ ആണോ? നൈട്രജൻ ആസിഡ്സിൻ്റെ കേസ്. ഓക്കെ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. The correct order of acidity among the following is. ടു ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ SP ആയിരിക്കും. ഇവിടെ SP ഉണ്ട്, പക്ഷെ ഇവിടെ ഇലക്ട്രോൺ റിലീസിങ് ഇഫക്റ്റും ഉണ്ട്. ഇവിടെ SP2, SP3. ഇപ്പോൾ SP വരുന്ന കേസിലായിരിക്കും pK വാല്യൂ ഏറ്റവും കുറവ്, SP3 വരുന്ന കേസിലായിരിക്കും pK വാല്യൂ ഏറ്റവും കൂടുതൽ. ഇവിടെ പിന്നെ ഇലക്ട്രോൺ റിലീസിങ് ഇഫക്റ്റ് വരുന്നോട്ടാണ് ഇത് സെക്കൻഡ് സ്ട്രോങ്ങസ്റ്റ് ആസിഡ് ആവുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് കേസ്. വിച്ച് കാർബോക്സിലിക് ആസിഡ് ഈസ് മോസ്റ്റ് ആസിഡിക്? 1, 2, 3, 4. നമ്മൾ ഈ ഒരു എക്സാമ്പിൾ കണ്ടതാണ്. ബ്യൂട്ടനോയിക് ആസിഡ്, 2 ക്ലോറോ ബ്യൂട്ടനോയിക് ആസിഡ്, 3 ക്ലോറോ ബ്യൂട്ടനോയിക് ആസിഡ്, 4 ക്ലോറോ ബ്യൂട്ടനോയിക് ആസിഡ്. ഇതിൽ ഏത് കാർബോക്സിലിക് ആസിഡാണ് കൂടുതൽ അസിഡിക്? 2 ക്ലോറോ ബ്യൂട്ടനോയിക് ആസിഡ് ആയിരിക്കും കൂടുതൽ ആസിഡിക്. ക്ലോറിൻ്റെ ഇലക്ട്രോൺ വിഡ്രോയിങ് ഇഫക്റ്റ് ഈ കാർബോക്സിലിക് ആസിഡിൻ്റെ അടുത്താവുമ്പോൾ, ക്ലോറിൻ കാർബോക്സിലിക് ആസിഡിൻ്റെ അടുത്തായിരിക്കുമ്പോഴാണ് അതിൻ്റെ ഇഫക്റ്റ് കൂടുതലുണ്ടാവുക. കാർബോക്സിലിക് ആസിഡിൻ്റെ ദൂരത്തേക്ക് പോകുന്തോറും അതിൻ്റെ എഫക്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയേഴ്സ് ഡസ് നോട്ട് ഷോ ആൻ ആസിഡ് ആൻഡ് ഇറ്റ്സ് കോൺജുഗേറ്റ് ബേസ്? ഇതിൽ ആസിഡും കോൺജുഗേറ്റ് ബേസും അല്ലാത്ത സിസ്റ്റം ഏതാ? സി ആണ് കറക്റ്റ്. H2SO4ൻ്റെ കോൺജുഗേറ്റ് ബേസ് HSO4- ആണ്, ഒരു പ്രോട്ടോൺ അബ്സ്ട്രാക്ട് ചെയ്തിട്ട്. HSO4- കോൺജുഗേറ്റ് ബേസ് ആണ് SO4 2-. അപ്പോൾ ഓപ്ഷൻ സി ആണ് റോങ് ആൻസർ. ഇതിൽ കറക്റ്റ് ആൻസർ ആസിഡും കോൺജുഗേറ്റ് ബേസും അല്ലാത്ത റോങ് പെയർ. ഇനി വിച്ച് കോമ്പൗണ്ട് ഈസ് മോസ്റ്റ് അസിഡിക്? ഇതിൽ ഏറ്റവും അസിഡിക് ആയിട്ടുള്ള കോമ്പൗണ്ട് ഏതാ?
നമ്മൾ വാട്ടറാന്ന് ഓക്കെ, നമ്മൾ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ, പക്ഷേ H2S ആയിരിക്കും. അവിടെ നമ്മളൊരു ഫാക്ടർ കൂടെ കൺസിഡർ ചെയ്യണം. ഈ ഹൈഡ്രജൻ സൾഫർ ബോണ്ട് വീക്കർ ബോണ്ട് ആയിരിക്കും. ഗ്രൂപ്പിൽ നിന്ന് ഡൗൺ സൈഡ് പോകുന്തോറും ബോണ്ട് സ്ട്രെങ്ത് കുറയും. അപ്പോൾ ബോണ്ട് സ്ട്രെങ്ത് കുറയുമ്പോൾ എന്താ പ്രോട്ടോൺ റിലീസ് ചെയ്യാൻ കുറേം കൂടെ ഈസിയർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് H2S ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. ഇനി വിച്ച് കോമ്പൗണ്ട് ഈസ് മോസ്റ്റ് അസിഡിക്? ഇതിൽ ഏറ്റവും അസിഡിക് ആയിട്ടുള്ള കോമ്പൗണ്ട് ഏതാ? ബി ആയിരിക്കും കറക്റ്റ് ആൻസർ. കാരണം ഇവിടെ നിന്ന് നമ്മൾ പ്രോട്ടോൺ അബ്സ്ട്രാക്റ്റ് ഇവിടെ നിന്ന് നമ്മളൊരു പ്രോട്ടോൺ അബ്സ്ട്രാക്റ്റ് ചെയ്യാന്ന് വിചാരിക്കുക. പ്രോട്ടോൺ അബ്സ്ട്രാക്റ്റ് ചെയ്തിട്ട് അതിന് ഇങ്ങോട്ടേക്കും ഡീലോക്കലൈസേഷൻ പോസിബിൾ ആണ്, ഇങ്ങോട്ടേക്കും ഡീലോക്കലൈസേഷൻ പോസിബിൾ ആണ്. ഓക്കെ. ഇനി ഇവിടെ നമ്മളൊരു പ്രോട്ടോൺ അബ്സ്ട്രാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഇലക്ട്രോൺ റിലീസിങ് ഇഫക്റ്റ് വരും, ഇവിടെയും ഇലക്ട്രോൺ റിലീസിങ് ഇഫക്റ്റ് വരും. ഇവിടെ നമ്മൾ പ്രോട്ടോൺ അബ്സ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ നൈട്രജൻ്റെ മുകളിൽ മീഥൈൽ ഗ്രൂപ്പ്, ഇവിടെ നിന്ന് പ്രോട്ടോൺ അബ്സ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ ഇത് ഇലക്ട്രോൺ NMe2 ഇലക്ട്രോൺ റിലീസിങ് തന്നെയാണ്, ഇതും ഇലക്ട്രോൺ റിലീസിങ് ആണ്. അപ്പോൾ അതോട്ട് ബി ആയിരിക്കും കൂടുതൽ അസിഡിക്. ഇവിടെ ഡീലോക്കലൈസേഷൻ ഇഫക്റ്റ് പോസിബിൾ ആവുക കാരണം. ഓക്കെ. ഇനി ലാസ്റ്റ് കേസ്, വിച്ച് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസോയിക് ആസിഡ് ഈസ് മോസ്റ്റ് അസിഡിക്? എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ക്ലോറിൻ ആണ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് കമ്പയർഡ് ടു CH3. പിന്നെ ക്ലോറിൻ CO2Hന് അഡ്ജസൻ്റ് ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്, സെക്കൻഡ് തേർഡ് പൊസിഷനിൽ. ഇവിടെ ഫോർത്ത് പൊസിഷനിലാണ്. അപ്പോൾ അതോട്ട് എ ആയിരിക്കും കറക്റ്റ് ആൻസർ. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയിട്ടുണ്ടോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സൊക്കെ? ഓക്കെ. നമുക്ക് കുറച്ച് ബേസിസിറ്റി പ്രോബ്ലംസും കൂടെ സോൾവ് ചെയ്തിട്ട് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. നാളത്തെ ക്ലാസ്സിൽ ബേസിസിറ്റി ഡിസ്കസ് ചെയ്യാം നമുക്ക്. ഓക്കെ. ഓക്കെ, താങ്ക് യു. താങ്ക് യു.